കയ്യില് നോക്കട്ടെ കാണട്ടെ. ആയി അച്ചാച്ചി രാവിലെ കൊണ്ടുവന്ന 2 കൂണ്. എന്താ വയ്ക്കാനാ? നമസ്കാർ. അതിനകത്തൊക്കെയാണ് കൂണ് കൊണ്ടുവെക്കുന്നേ. നമസ്കാരം. തോട്ടിലെ വെള്ളമൊക്കെ കുറഞ്ഞു. പിന്നെ അവിടെ ഇവിടെയൊക്കെ കണ്ട തുണി സാധനങ്ങളൊക്കെ കിടക്കുന്നതേ ഉള്ളൂ. എല്ലാം എണ്ണീറ്റ് പണി ഇനി തുടങ്ങണം. വലിച്ചു വാരിയിട്ടാ ഇന്നലെ എല്ലാം. വിറക് 2 ലോഡ് വിറവുണ്ടായിരുന്നു. മൊത്തം അണ്ണാണി ഒറ്റയ്ക്ക് പെറുക്കി അടുക്കി. അണ്ണാണി അടുക്കുന്നത് എപ്പോഴാണെന്നറിയോ? പാതിരാത്രിക്ക്. കുഞ്ഞാവ അതിൻ്റെ ലെവൽ ചെയ്ത് കൊടുക്കും. അടി വെള്ളം കയറാത്ത പോലെ. അതിന് ഇച്ചിരി കൂടെ ഉള്ളൂ, അത് കുഴപ്പമില്ല. എൻ്റെ അണ്ണാണി അടുക്കിയ വിറക് അവനിങ്ങനെ കട്ടയൊക്കെ വെച്ച് സെറ്റ് ചെയ്യും. കാരണം ഇനി വെള്ളം കയറിയാൽ അടിയിൽ നിന്ന് വെള്ളം കയറാത്ത പോലെ ആക്കി. ബാക്കി വിറക് നോക്കി അടുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും വിറക് തന്നെ അണ്ണാണി ഒറ്റയ്ക്ക് അടിക്കാതാ. അപ്പം ഞാൻ തീ കത്തിച്ച് അരി ഇടട്ടെ. ഈ ലൈറ്റ് കത്തിച്ചിട്ടേ പോകണം. അമ്മിനിയേ എന്നടി എന്നടി പെണ്ണേ. അപ്പം നാളെ ഞങ്ങൾ ആശുപത്രിയിൽ പോകുന്ന കാരണം അത് അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ആശുപത്രി പോക്ക് മാറ്റി വെച്ചില്ലേ. അപ്പോൾ പിന്നെ കുഞ്ഞാവ പോയി, തിരക്കൊക്കെ ആയിരുന്നു അങ്ങനെ. അപ്പോൾ ഇന്ന് എല്ലാം ഒതുക്കി വെച്ചാൽ നാളെ ശാലിനി ചേച്ചിക്ക് വന്ന് പണിഞ്ഞാൽ മതി. അപ്പോൾ രാവിലെ ശാലിനി ചേച്ചി നാളെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. അപ്പോൾ വിറകെല്ലാം വെട്ടിക്കീറി ഇങ്ങനെ റെഡിയാക്കിയൊക്കെ വെച്ച് മൊത്തം ഒന്ന് അടുപ്പിച്ച് എല്ലാം സെറ്റാക്കി വെച്ചാൽ ബാക്കി ഞങ്ങൾ ആശുപത്രി പോയിട്ട് വരുന്നവരെ ശാലിനി ചേച്ചി നോക്കിക്കോളൂ. കയറി വന്നതന്നെ ശ്വാസം മുട്ടും. അപ്പം ഞാൻ തീ കത്തിച്ചെല്ലാം റെഡിയാക്കട്ടെ. ഇഷ്ടംപോലെ നാരങ്ങ അതിപ്പോൾ അയ്യത്ത് അച്ചാറിടുന്ന നാരങ്ങ ഓണമല്ലേ. അപ്പോൾ ഇന്ന് പോയി അച്ചാറിനുള്ള നാരങ്ങ പറിക്കണം. അതൊക്കെ തന്നെ പണി. നീ എന്നീ പൊക്കത്ത് കയറി കിടക്കുന്നേ? ചഞ്ചു പൊഞ്ഞാഞ്ഞോ എഞ്ചോ പറ്റിയേ വയ്യടി പ്രായമായി ഒത്തിരി വയ്യ. സാരമില്ല, വയസ്സാകുമ്പോൾ അങ്ങനെയൊക്കെയാണ്. സാരമില്ല, കിടന്നു. എന്നാ എന്തുവാ എന്നാടി? എന്ത് പാറുവേ? പാറൂസിന് കിടക്കാൻ സ്ഥലമില്ലേ? എന്ത് പാടുവേ? ഓ എന്ത് പാറുവാണോ? കൊഞ്ചുവാണോ? ഒരു കൊഞ്ചുവാണോ? ചാഞ്ചൊരു പൊന്നെ. ആയിക്കോട്ടെ. അടുത്തതായി നിങ്ങൾ കാണുന്നത് കിടുവിൻ്റെ ഐഫോണാണ്. ഒന്ന് കാണിച്ചപ്പോൾ ഐഫോണിന് ചെറിയ വാൾപേപ്പറാണ് കേട്ടോ, ക്രാക്ക് ഉള്ളതായിട്ട് കാണുന്നത്. ആ ഒരു വിള്ളൽ ഡിസ്പ്ലേ പോയതാ. കടിച്ച ആപ്പിള്. ബാക്കിൽ എന്തുവാ? കവറാണോ ഫോണിൽ? ഫ്രണ്ട് കിടുവിൻ്റെ ഒരു പ്രൊഫൈൽ പിക്കായാലും ഉടുപ്പനത്തു ഇത്രയും വെള്ളം. എടാ നിന്നെ പറ്റിച്ചടാ. ഞങ്ങളുടെയൊക്കെ ഐഫോണിന് ഫുൾ ആപ്പിളാ. നിന്നെ കടിച്ചിട്ട് അമ്മു തന്നെ അല്ലേ? ഞങ്ങൾക്കൊക്കെ അതെ ഫുൾ ആപ്പിളാന്നേ. അതേ ഞാൻ കവർ ഇട്ടേക്കല്ലേ. എന്റെ ആപ്പിൾ ഫോണല്ല, ഞങ്ങളുടെ ചക്കയാ. തേങ്ങ കിടു ഇന്നലത്തെ പടം ഒന്ന് കാണിച്ചു കൊടുത്തേ, എല്ലാരും ഒന്ന് കാണട്ടെ. ഇത് കിടു വരച്ച പടവാ. കിടു ഒന്ന് പറഞ്ഞു കൊടുത്തേ ഇത് എന്തൊക്കെയാന്നുള്ളത്. ഇത് പറഞ്ഞു കൊടുത്തിട്ട് ഇല്ല ഇത് പറഞ്ഞു എല്ലാരും അറിയട്ടെ. അതെ ഞാൻ പറഞ്ഞുതരാം. കിടു എനിക്ക് പറഞ്ഞു തന്നാണേ. ഇത് വീട് മോനെ മാറ്റല്ലേ. ഇത് വീട് പറഞ്ഞേ. ഇത് വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന കല്ല്. ഇതിപ്പുറത്തെ മീൻകുളമാണ്. മീൻകുളത്തിൽ മീൻ കിടക്കുന്നത് കണ്ടോ? ഈ മീൻകുളത്തിൻ്റെ മുന്നിൽ കാറ് പാർക്ക് ചെയ്തേക്കുന്നതാണ് വേണ്ട ഇത്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഈ വീടിൻ്റെ മേളിൽ എന്താന്ന്? ഇത് ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങിയേക്കുന്നതാണ്. ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് വേറെന്തോ തോന്നുന്നല്ലോടെ. ആരോ തിരിഞ്ഞു നിൽക്കുന്ന പോലെ. നിന്റെ മീൻകുളത്തിൽ തലയിട്ട് ഇറങ്ങിയതാണോ? ഈ പൈപ്പ് വഴിയാണോ മീനെ ഇടുന്നേ? എന്തൊക്കെ എൻ്റെ കുഞ്ഞ് ചിന്തിച്ച് കൂട്ടി നോക്കണം. ഇവിടെ ഒരു മനുഷ്യനുണ്ട് കേട്ടോ ഈ വീട്ടിന് മുന്നിൽ.
ഡോറ ബുജിയുടെ വാലാണോ? ഡോറ് തുറന്ന് ഇറങ്ങി വരുമോ ജനലിൽ കൂടെ? പക്ഷെ ചാടുന്നത് ഈ കൂര പോലത്തെ വീടിന് മുന്നിൽ ആ ഹെലികോപ്റ്റർ ഇറങ്ങിയ ഒരു ചിന്തയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ എന്തോ അതെന്തോ അത് വീടാണ്. ആണോ? അതാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അതെ ചില സമയം പറയണ കേട്ടാ ഇല്ലത്തെ ഏതോ തമ്പ്രാന്റെ കുട്ടിയാന്ന് തോന്നും. ഇന്നലെ ഇത് ഹെലികോപ്റ്റർ ആയിരുന്നു, ഇന്നത് 2ാം നിലയായിട്ട് മാറി. എടാ 2ാം നിലയായാലും നീ കൂരയുടെ പുറത്തത് കൊണ്ട് ഒപ്പിച്ചല്ലോ. മീൻകുളം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മീൻകുളത്തിന്റെ മുന്നിൽ കാറ് പാർക്ക് ചെയ്തേക്കുന്നത് കൊണ്ടാണ് മീൻകുളത്തിന്റെ ചെടിയൊക്കെ ഉണ്ട് മീൻകുളത്തിന്റെ മുന്നിൽ. അത് മീൻകുളത്തിനകത്താണോ ഇത്? അല്ല ഈ പറഞ്ഞാൽ ഇതേതാ സാധനം? വേറെ വരച്ചു കൊടുത്തു അവനത് പിന്നെ കളർ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കളർ അടിച്ചപ്പോ ഇത് കാണാം. ഇത് അമ്മ വരച്ചു കൊടുത്തിട്ട് അവൻ കളർ അടിച്ച. ഹായ് നല്ല പുഞ്ചിരിക്കുന്ന മുഖം. കിടു വരച്ച വേറെ പടം ഏതാ? ഏത്? നിന്റെ റോബോ ബോയ് ഇതെന്തുവാടാ ഇത്? അടുത്ത ഇപ്പൊ കീറ് കിട്ടും നിനക്ക്. നിനക്കിപ്പോ ഐഫോൺ വേണോ വീറ് വേണോ? 2 കീറ്. അപ്പൊ ആദ്യം ഐഫോൺ വരയ്ക്കട്ടെ. പിന്നെ ഫോട്ടോ കാണിക്കുന്ന തുണി സ്റ്റാൻഡ് ആണല്ലോ അവിടെ. ഞങ്ങളുടെ കുഞ്ഞിക്കിടു ആ തലമുടി എത്ര തവണ മുട്ട അടിച്ചിട്ടാ മുടി ഇത്ര നീണ്ടേ? ആ കുടുവാണ് ഈ കുടു. അച്ഛയുടെ ഫോട്ടോ എന്ത്? അത് തിന്നൊക്കെ കൊണ്ടുവച്ച അച്ചാച്ചി. ആണോ? അച്ചാച്ചിക്ക് തിരക്കിടക്ക് തൽക്കാലം ഒരു വീടും മരമുണ്ട്, അത് മതിയോ? കാണിച്ച സ്ക്രീന് ടച്ച് ഫോൺ അല്ലടാ, നിന്നെ പറ്റിച്ച്. ഇങ്ങനെ തട്ടുമ്പോ പോത്തില്ല, ഇങ്ങനെ തട്ടുമ്പോ പോത്തില്ല. ചാർജ് ചെയ്താലോ? അപ്പൊ ഇനി ഫോണിന് കരയരുത്, ഇതങ്ങ് തരും. ഇതില് വീഡിയോ കണ്ടോണോ? ഞങ്ങള് എവിടെ പോവാന്ന് വെച്ചാല് മുട്ട കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ്. ഞങ്ങൾ വേറെ കാര്യം, ഞാൻ നിന്ന വേഷത്തിൽ ഇറങ്ങിയതാണ്. അപ്പോൾ എന്നാ പിന്നെ അണ്ണാണി അമ്മ കൂടി ഇപ്പം ഇറങ്ങി വരും. ഞങ്ങൾ എല്ലാവരും കൂടി പോയി മുട്ടയും കൊടുത്ത് ചായയും കുടിച്ച് വരും. എന്നാൽ മുട്ടയെന്ന് കരുതിയത് പിള്ളേരൊക്കെ ബൈക്ക് പിടിച്ചോണ്ട് പോകുന്നു. നോക്കി കണ്ടില്ല, ഇവരൊക്കെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ ഇന്ന് പറ്റിയ സമയം. നിങ്ങൾ ഡാമിൽ ചെന്ന് ഫോട്ടോ എടുക്കുമ്പോ ഞാൻ ഇറങ്ങി ഫോട്ടോ എടുക്കും. ഞാനിറങ്ങും. ഏറ്റവും നല്ല ഡ്രസ് അല്ലെ? കിടുവിന്റെ ആപ്പിൾ ഫോൺ ഒന്ന് കാണിച്ചേ. അല്ല കരയുമായിരുന്നു. ഞങ്ങള് പറഞ്ഞു കടിച്ച ആപ്പിളാന്ന്. അമ്മ മനപ്പൂർവ്വം നിനക്ക് പകുതി കടിച്ച ആപ്പിളാ തന്നെ. അതിന് കരയുമായിരുന്നു. ഇന്ന് കിട്ടും. അവനെങ്ങനെ വഴക്ക് പറഞ്ഞപ്പാ? അഴിക്ക ചേർക്കനല്ലേ? നമ്മളെ പോലെ മേത്താക്കാണ്ട് കഴിക്കാനും അറിയത്തില്ലേ ഈ മാമന്. മുട്ട ബ്ലജീന്ന് മുടി വെട്ടി എന്റെ മുടി നോക്കി കണ്ണി വരെ ഇടം തിരിഞ്ഞ് അവിടെ ഒട്ടും മുടി വിശന്നതിന് കരഞ്ഞ് കയറി ഇഞ്ഞു പോന്നു. എന്ത് പായത് എനിക്ക് പായിട്ടേ വിശന്ന അപ്പൊ വാതിലും തള്ളി തുറന്ന് കയറി പോരും വീട്ടിൽ ഇച്ചിരി പോലെ വിശപ്പ് സഹിക്കത്തില്ല. മക്കളേ 5 പിഞ്ചോഞ്ചു അഞ്ഞിന് വന്നു എന്നിട്ട് വന്നു. ഇവൻ ഗുണ്ടനാണ്, ഇവൻ ഗുണ്ടൻ. എടാ ഗുണ്ടേ എന്നെ എവിടെ നിർത്തായിരുന്നു ഒരുത്തനെ. നീ വരുന്നവരൊക്കെ കടിക്കുവോ? ഇപ്പൊ കൂടെ കരയും. എന്തെങ്കിലും തിരുന്നാലും ഓർമ്മ വന്നാ അപ്പൊ കരയും. നല്ല രസമുണ്ട്. പാത്തിനെന്ന് കാണിച്ചേ, ഭയങ്കര ഇഷ്ടാ. കുളി കഴിഞ്ഞു വന്ന പാത്ത് ആട് പാത്തു. അത് പിള്ളേരാണോ? ഉമ്മച്ചനെടുത്തടുത്തോട്ട് വെച്ചു. ഉമ്മയുടെ മുഖം മറന്നു നടക്കും. ഞാൻ നോക്കിയോ ഞാൻ ഉമ്മച്ചനൊന്ന് ചേർത്തൊന്ന് പിടിച്ചേ. ഉമ്മയുടെ സ്വഭാവം മറന്നു. ഉമ്മയ്ക്ക് ഭയങ്കര വരട്ടാനുള്ള ആഗ്രഹമേ ഉള്ളൂ. പക്ഷെ പേടിയാ കൈ കൊണ്ട് തള്ളുന്നു. അടുത്തോട്ട് വെച്ച്
ചിന്നു ഒന്ന് കിട്ടിയായിരുന്നേ പേനൊക്കെ ഒന്ന് കൊടുക്കായിരുന്നു. ഇഷ്ടല്ല. ഇതെങ്ങോട്ട് കേൾക്കുന്നേ? ഒറ്റ പ്രസവത്തിന് അമ്മന് 3 പിള്ളേര്. മറ്റേ മൂത്തതാട്ടോ. നിന്ന് പൊട്ടുതൊട്ടിരിക്കുന്നു. ആരെ പാത്തു അത് പേടിച്ചിരിക്കുന്ന ചെറുതുങ്ങള്. അവർക്ക് പിന്നെ പാത്തിനെ കണ്ട് ശീലമായി. ചിന്നുവിന് ഇപ്പൊ ഒന്ന് കൂടെ കിടത്തി ഉറക്കാന്നൊക്കെ ഉണ്ടല്ലോ അതിന്. ചിന്നു ആരാ ചിന്നു? പിള്ളേരാണോ ചിന്നു? എന്താ ഉമ്മ കാണുന്നേ? ഉമ്മേനെ എന്തോടെ നിർത്തിട്ട് വെച്ചടാ ബാവുമ്മേ ഉമ്മനെ എടുത്തു വെച്ച് മുഖം മാറുന്നുണ്ടോ ഉമ്മയുടെ? ആ മുഖമോ കാണണ്ടേ? മുഖം മാറ്റി പിടിക്കുന്ന എനിക്ക് നോക്കണ്ട. അതോടെ മുഖം തിരിച്ചു വെച്ചേക്കുന്നത് കാണാതിരിക്കാൻ. അണ്ണ പറ്റിയടി ഉമ്മേ ഉമ്മണിയെ പേടിയാ. ഉമ്മനെ എൻ്റെ ഉമ്മ നോക്കാത്ത എന്താണ്? അനുഗ്രഹിച്ച ബാബാജിയാ. അതിന്റെ കണ്ണു പൊത്തി പിടിക്കോ കാണാതിരിക്കും. അനുഗ്രഹിച്ചേ എല്ലാ അനുഗ്രഹം. എടാ ഒന്ന് നോക്കടാ ഉമ്മച്ച. എടാ നോക്കടാ. എടാ നീ അതിന്റെ മുഖത്തോട്ട് നോക്കടാ. നീ ഒന്ന് വിളിച്ചടി ഉമ്മച്ച നോക്കുന്നു. സൈഡ് വഴി ഒന്ന് നോക്കാന്ന്. അവന് ഭയങ്കര ചമ്മല. ആ പെങ്കൊച്ചുങ്ങളല്ലടാ ചെക്കന്മാരാടാ. നീ എന്തിനാടാ നാണിക്കുന്നേ? ഓട്ടക്കണ്ണിട്ട് നോക്കുന്നുണ്ട്. പതുക്കെ നോക്കുക. എന്നെ ഒന്ന് മാറ്റി പിടിക്കാൻ. ഇതുങ്ങൾ ആലോചിക്കാതെ എന്നെ ഒന്ന് താത്ത വെക്കടി മഹാഭാവി. ആണോ? ആ കുട്ടുവാവന്റെ മകുവാ. മുറിവ് കരിഞ്ഞ് കാണിച്ചേ. മുറിവൊക്കെ കരിഞ്ഞ് ഞങ്ങളുടെ മുറിവെല്ലാം ഉണങ്ങി എല്ലാം കരിഞ്ഞ് ഞങ്ങളൊക്കെ ബാബുവൊക്കെ മാറി. മാറി ഇപ്പൊ എല്ലാത്തിനും ഓടിച്ചിട്ട് കടിക്കുക. 4 പേര് 3 പേര് സോക്സ് ഇട്ടവരാ. ഷൂ കൈ ക്യൂട്ടച്ച് അടിക്കണേ. എന്നെ പൊന്നാണ്. ഇതിനൊരു എടാ പാവച്ചക്കനാണോടാ നീ? നീ ഇങ്ങോട്ട് നോക്കിയടി. ആ ചായ ഉണ്ട്. കണ്ണിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കറക്റ്റാ. ഇവരുടെ ഒക്കെ കറുത്ത മുഖമല്ലേ? ഇതിന്റെ വെളുത്ത മുഖമോ? അജയ് വന്നതിന്റെ സന്തോഷം നോക്കി. ഉമ്മച്ചിന്റെ സന്തോഷം നോക്കിയേ. പാത്തുവേ ആരാ പാത്തു? കണ്ടു പാത്തു. എന്നെ പാത്തു. ലൂക്ക വിളിക്കുന്നു. പാത്തു ഇരിക്കുന്നു നോക്കിയേ. എന്നെ പാത്തു ഇരുന്ന് പോവാണോ? എടാ അടങ്ങിയിരിയടാ.